ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഞാൻ റഫീഖ സിറ്റി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഫോർ ഓണ്ടർപ്രണേഴ്സിലെ 4th യൂണിറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4th യൂണിറ്റിൽ നമുക്ക് വരുന്നത് ദാറ്റ് ഈസ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് വൈഡ് ആയിട്ടുള്ള മോഡ്യൂളാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ലാസ്റ്റ് യൂണിറ്റിൽ ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ആദ്യത്തെ മൂന്ന് യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുന്നേ ഷോർട്ട് എസ്സേയും ഷോർട്ട് ആൻസറും ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് മോഡ്യൂളിലെ 4th യൂണിറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ജേണൽ എൻട്രി എഴുതാനൊക്കെ പ്രോബ്ലം ആയിട്ടും ക്വസ്റ്റ്യൻസ് വരും. ജേണൽ എൻട്രി എഴുതാനും ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം, ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദാറ്റ് ഈസ് റൈറ്റ് എ നോട്ട് ഓൺ അക്കൗണ്ടിങ് സൈക്കിൾ. അക്കൗണ്ടിങ് സൈക്കിളിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ്. അപ്പോൾ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഇതുപോലെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് സ്റ്റേജസ് ഇൻവോൾവ്ഡ് ആണ് എന്തിൽ? ഈ അക്കൗണ്ടിങ് സൈക്കിളിൽ. ഓക്കെ, അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ത്രൂ വിച്ച് ദി ട്രാൻസാക്ഷൻ ട്രാവൽ until the final accounts are prepared are collectively called accounting cycle. അപ്പം ഒരു ട്രാൻസാക്ഷൻ എവിടെ നിന്നാണോ അത് ഉണ്ടാവുന്നത്, അതായത് എപ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ട്രാൻസാക്ഷൻ്റെ ഒരു ട്രാവലാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ട്രാൻസാക്ഷൻ നമുക്കൊരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ അത് ഫൈനൽ അക്കൗണ്ട്സിൽ കാണിക്കുന്നത് വരെ, അതായത് നമ്മളൊരു ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ദെൻ ആ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യണം, ദെൻ അതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഒരു സ്റ്റേജാണ്, റെക്കോർഡിംഗ് അടുത്ത സ്റ്റേജാണ്, ക്ലാസിഫിക്കേഷൻ അടുത്ത സ്റ്റേജാണ്, ദെൻ സമ്മറൈസേഷൻ എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജാണ്, ദെൻ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ആ ട്രാൻസാക്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പ്രോസസ്സാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട്ലി നമുക്ക് എങ്ങനെ പറയാം? That is starting from transactions and ending with the preparation of balance sheet is known as accounting cycle. അപ്പോൾ ട്രാൻസാക്ഷൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള ആ ട്രാൻസാക്ഷൻ്റെ ഒരു സർക്കുലേഷൻ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ എങ്ങനെയാണോ പോകുന്നത് അതാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡിങ്, ക്ലാസിഫയിങ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആണ് ഐഡൻറ്റിഫിക്കേഷൻ. ദെൻ അതിന് ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യും, ദെൻ അതിന് ശേഷം നമ്മൾ ക്ലാസിഫൈ ചെയ്യും. റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ജേണൽ പ്രിപ്പയർ ചെയ്യുക, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദെൻ നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്യും. സമ്മറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദെൻ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും, ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ വീണ്ടും അടുത്തൊരു ട്രാൻസാക്ഷൻ തുടങ്ങും, അതിന് നമ്മൾ ഇതേപോലെ ചെയ്യും. ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ രണ്ട് ബിസിനസ് ഫേമുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണിന് ക്യാഷോ ക്രെഡിറ്റോ അല്ലെങ്കിൽ സർവീസോ ഗുഡ്സോ എന്തൊക്കെയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതൊരു മണി മെഷർമെൻറ്റിലായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ജേർണലൈസിങ്? എന്താണ് ജേർണലൈസിങ്? വാട്ട് യു മീൻ ബൈ ജേർണലൈസിങ്? ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേർണൽ ഈസ് നോൺ ആസ് ജേർണലൈസിങ്. അപ്പോൾ ജേർണലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജേർണലൈസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതും, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതും അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഇത് ജേണൽ എൻട്രി ആണ്. അപ്പോൾ ഈ ജേണൽ എൻട്രി ഇത് ഒരു ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റിലും ക്രെഡിറ്റ് ആസ്പെക്റ്റിലും അതിനെ എൻട്രി ചെയ്തതാണ്, അതിനെ മാറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ജേണൽ എൻട്രി നമ്മൾ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജേർണലൈസിങ് എന്ന് പറയുന്നത്. ആ ജേർണലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ ജേർണൽ എന്ന് പറയുന്നത്. ഇതാണ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജേർണലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേർണൽ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി? എന്താണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി? ഒന്നിൽ കൂടുതൽ ജേർണൽ എൻട്രികൾ തമ്മിൽ ഒരൊറ്റ എൻട്രി ആയിട്ട് കാണിക്കുന്നതാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെൻറ്റ് പേ ചെയ്തു, അതുപോലെ തന്നെ
സാലറി നമ്മൾ കൊടുത്തു, സാലറി പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, ദെൻ നമ്മൾ വേറെ ഒരു കറണ്ട് ബില്ല് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള 2-3 എക്സ്പെൻസുകളിനൊക്കെ ഒരേ എൻട്രിയാണ് വരിക. അതായത് റെൻറ്റ് പേ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സാലറി കൊടുത്തു, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ നമുക്ക് ഇതിനെ കോമ്പൗണ്ട് ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ. ഇത് രണ്ടും ഇതിലേക്കാണ് പോകുന്നത്, ടു ക്യാഷ് അക്കൗണ്ടാണ് വരുന്നത്. അപ്പോൾ ടു ക്യാഷ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോമ്പൗണ്ട് എൻട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി? എ ജേണൽ എൻട്രി വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ 1 ഡെബിറ്റ് എൻട്രി ഓർ മോർ ദാൻ 1 ക്രെഡിറ്റ് എൻട്രി ഓർ ബോത്ത് ഈസ് നോൺ ആസ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. ഓക്കെ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് എൻട്രികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് എൻട്രികൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2-3 എൻട്രികൾ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോമ്പൗണ്ട് ജേണൽ എൻട്രി. അപ്പോൾ വേറൊരു മീനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ജേണൽ എൻട്രി ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സിമ്പിൾ ജേണൽ എൻട്രീസ്. ഓക്കെ, ദെൻ അവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് മസ്റ്റ് ബി ഈക്വൽ ടു ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ്. അതായത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ടും ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ടും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ജേണൽ? എന്താണ് ജേണൽ? ജേണൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജേണലൈസ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദി പ്രൈമറി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ജേണൽ ഈസ് എ പ്രൈമറി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രൈമറി റെക്കോർഡാണ്, ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രൈമറി റെക്കോർഡാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണലിൽ നമ്മൾ കാണിക്കുന്നത് ജേണൽ എൻട്രീസ് ആണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ജേണൽ എൻട്രി ഫോർ സെയിൽസ് റിട്ടേൺ ആൻഡ് പർച്ചേസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിനും പർച്ചേസ് റിട്ടേണിനും ഉള്ള ജേണൽ എൻട്രി ആണ്. ഇപ്പോൾ പർച്ചേസ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? ക്രെഡിറ്റേഴ്സ് ഓർ സപ്ലയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിലോ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് ഓർ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജേണൽ എൻട്രി ആണ്. 2 എണ്ണം പഠിച്ചു വെക്കുക കേട്ടോ, നമുക്ക് കൺഫ്യൂഷൻ ആവുന്നതാണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫൈൻ ലെഡ്ജർ. എന്താണ് ലെഡ്ജർ? അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ദി വേർഡ്സ് ഓഫ് ഫീൽഡ് ഹൗസ് ആർത്തർ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഡ്ജർ ഈസ് ദി പെർമനൻറ്റ് സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ ദി ട്രാൻസാക്ഷൻസ്. എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു പെർമനൻറ്റ് സ്റ്റോർ ഹൗസ് ആണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദി ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. ഇതിന് നമുക്ക് ഫൈനൽ എൻട്രീൻ്റെ ബുക്കായിട്ട് പറയും. കാരണം എന്താണ്? ഇപ്പം നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസാക്ഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ജേണലിലാണ്. അതിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും നടക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജേണലൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റെൻറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ നമുക്ക് ക്യാഷ് ഒരു സാലറി റിസീവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സാലറി എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ എൻട്രീസ് നമ്മൾ 1 by 1 ആയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ എൻട്രികളിലൊക്കെ എന്താണ് കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ലെഡ്ജർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ക്യാഷ് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷിൻ്റെ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളത് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ജേണൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ക്യാഷിൽ ഇപ്പോൾ ഡെബിറ്റിൽ എല്ലാ എക്സ്പെൻസും ക്രെഡിറ്റിൽ നമുക്ക് എല്ലാ ഇൻകം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് എന്ത് ലെഡ്ജർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വട്ട് യു മീൻ ബൈ പോസ്റ്റിംഗ്? എന്താണ് പോസ്റ്റിംഗ്? ഇപ്പോൾ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലെഡ്ജറിലേക്ക് ജേണൽ എൻട്രിയിൽ നിന്ന് അതായത് ജേണലൈസ് ചെയ്തതിൽ നിന്ന് ജേണൽ എൻട്രി ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദി ട്രാൻസാക്ഷൻസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഐറ്റംസ് ഫ്രം ജേണൽ ടു ദി റെസ്പെക്റ്റീവ് അക്കൗണ്ട്സ് ഇൻ ദി ലെഡ്ജർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വട്ട് ഡു യു മീൻ ബൈ ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്? എന്താണ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. അതായത് ഒരു പെർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട് കോളം, പിന്നെ ഒരു പെർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട് കോളം. അപ്പോൾ ഈ രണ്ട് കോളവും, അതായത് ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡുമാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ഈക്വൽ ചെയ്യണം. രണ്ടും ടോട്ടൽ ആവണം, സെയിം എമൗണ്ട് ആവണം. അപ്പോൾ എവിടെയാണോ കുറവുള്ളത് അവിടെയാണ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് നമ്മൾ ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ളത് എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതും. ഇവിടെയാണെങ്കിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതും. അതടുത്ത് ഇതിലേക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ സ്റ്റോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് അതിൽ കാണിക്കും. ക്യാഷൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ കാണിക്കും. അല്ല നെക്സ്റ്റ് ഇയറിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അത് ബ്രോഡ് ഡൗൺ ഒക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ അത് രണ്ട് സൈഡും ബാലൻസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ഓൾ ട്രാൻസാക്ഷൻസ് ഹാവ് ബീൻ പോസ്റ്റഡ് ടു ദി വേരിയസ് അക്കൗണ്ട്സ് ഇൻ ദി ലെഡ്ജർ. ലെഡ്ജറിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും പോസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു ബാലൻസ് ദി ലെഡ്ജർ അക്കൗണ്ട്. ആ ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ ബാലൻസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് നോൺ ആസ് ബാലൻസ്. അപ്പോൾ രണ്ട് സൈഡ് ഓഫ് അക്കൗണ്ട്, അതായത് ഡെബിറ്റ് സൈഡും ഉണ്ടാവും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ ആ പിക്ചറിൽ കാണിച്ച പോലെ ആ രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് രണ്ട് സൈഡും കൂട്ടി നോക്കുക. അപ്പോൾ ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവായിരിക്കും. ദെൻ ഈ കൂടുതലുള്ള എമൗണ്ടിൽ നിന്ന് കുറവുള്ള എമൗണ്ട് കുറച്ചിട്ട് ആ എമൗണ്ട് നമ്മൾ കുറവുള്ള കോളം ഏത് കോളാണോ, ഇപ്പോൾ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ അവിടെ, ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ അവിടെ കാണിക്കുന്നതാണ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ഡെബിറ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് മോർ ദാൻ ദി ക്രെഡിറ്റ് സൈഡ്, ദി ഡിഫറൻസ് ഈസ് കോൾഡ് ഡെബിറ്റ് ബാലൻസ്. ഇഫ് ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദെൻ ഡെബിറ്റ് സൈഡ്, ദി ഡിഫറൻസ് ഈസ് കോൾഡ് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ബാലൻസ് എന്നും, അല്ല നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ട്രയൽ ബാലൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ട് അല്ല. ട്രയൽ ബാലൻസ് എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാലൻസ് ഷീറ്റും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഓൾ അക്കൗണ്ട്സ് ഇൻ ദി ലെഡ്ജർ. ഓക്കെ, അപ്പോൾ ലെഡ്ജറിന് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ബാലൻസും നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ട്രയൽ ബാലൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ പെർട്ടിക്കുലേഴ്സ് എന്ന് കൊടുക്കും, ഇവിടെ ഡെബിറ്റ്, ഇവിടെ ക്രെഡിറ്റ്. അപ്പോൾ നമുക്ക് ലെഡ്ജറിലുള്ള ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും നമ്മൾ ഇവിടെയൊക്കെ കാണിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ അരിതമെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ. അതായത് നമ്മൾ ജേണൽ എൻട്രി എഴുതി അത് റെക്കോർഡ് ചെയ്തു, ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ നമ്മൾ ചെയ്ത ജേണൽ മുതൽ ലെഡ്ജർ വരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കും കറക്റ്റ് അല്ലേ എന്നുള്ളത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവുക, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ എമൗണ്ട് കിട്ടണം. ഇപ്പോൾ ഡെബിറ്റ് സൈഡ് 1 lakh ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് നമുക്ക് 1 lakh കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അത്രയും ചെയ്തതൊക്കെ കറക്റ്റാണ്, ഇല്ലെങ്കിൽ നമ്മൾ എവിടേക്കോ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ദി വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്, മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, അരിതമെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ടു എൻഷുർ അരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ അരിതമെറ്റിക്കൽ ആക്യുറസി എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. 2, ടു പ്രൊവൈഡ് എ ബേസ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ബേസ്, കാരണം ട്രയൽ ബാലൻസ് തന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ട്രയൽ ബാലൻസ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് ലയബിലിറ്റി ഒരിക്കലും ഈക്വലായിട്ട് കിട്ടൂല, അതായത് ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ട് കിട്ടൂല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ടു ഹെൽപ്പ് ഇൻ ഡിറ്റക്റ്റിംഗ് സർട്ടൺ എറേഴ്സ്. ചില എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കണു. അതേപോലെ തന്നെ ടു സെർവ് ആസ് ആൻ എയ്ഡ് ടു മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു എയ്ഡായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ട്രയൽ ബാലൻസ്. നെക്സ്റ്റ് ടു ഹെൽപ്പ് ഇൻ കമ്പാരിസൺ വേണ്ടിയിട്ടും ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ യൂണിറ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാര്യമായിട്ട് പ്രോബ്ലം ഒന്നും വരില്ല. പക്ഷേ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തല്ലോ, ജേണൽ എൻട്രി ചോദിച്ചിട്ട്. അതുപോലെയുള്ള ജേണൽ എൻട്രീസ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഷോർട്ടായിട്ടുള്ള ടേമുകൾ, ഇപ്പോൾ ജേണൽ എന്താണ്, ജേണലൈസിങ് എന്താണ്, ലെഡ്ജർ എന്താണ്, ട്രയൽ ബാലൻസ് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, ഇതൊക്കെ പഠിച്ചു വെക്കുക. അതൊക്കെ ഷോർട്ട് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നോക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും
ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.